ഹലോ, എല്ലാവർക്കും ഫിഷിംഗ് പോയിൻറ്റിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ ദിവസത്തെ മീൻപിടുത്തത്തിന് നമുക്കൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുതലൊന്ന് പോയിക്കോട്ടെ, എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞിട്ടാ. ആളങ്ങോട്ട് പോയി കഴിഞ്ഞു. ഇനി നമ്മുടെ വീഡിയോ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിന്ന് കാസ്റ്റിങ്ങും ചെയ്യുന്നുണ്ട്, പിന്നെ ലൈവ് നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. ലൈവ് പരലിനെ കുത്തിയിട്ടിട്ട്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം. ശരിക്കും ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ പൊടിമീൻ ചാടണം കാണാണ്ട. പൊടിമീൻ നല്ല ചാട്ടോടെ. നമ്മൾ വരുമ്പോൾ ഒരു ബ്രാലി ചാടി കിടക്കണ്ടായിരുന്നു, പക്ഷെ അത് അപ്പോഴേക്ക് ഇറങ്ങി തന്നെ പോയി അങ്ങോട്ട് എടുക്കാൻ പറ്റി. ഇന്നലത്തെ മഴയിലാണ് ടൈ ഞങ്ങൾക്ക് കാണുന്നത്. ഈ പൊടിമീൻ ചാടുന്നതും ഈ വെള്ളം ഇങ്ങനെ ഒരിക്കലും അപ്പുറത്ത് പുഴയാണ്. പുഴ കവിഞ്ഞിട്ടാണ് ഇപ്പുറത്തെ കുളത്തിലേക്ക് പോകണ കാഴ്ച ഉണ്ടാകുന്നത്. പിന്നെ ഈ പൊടിമീൻ ചാടുന്നതിന് വേറെയും കാര്യമുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ വലിയ വലിയ ബ്രാലുകളും വാളും കാര്യങ്ങളൊക്കെ വന്ന് നിന്ന് വെട്ടാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ പൊടിമീൻ ഇങ്ങനെ കളഞ്ഞ് ചാടുന്നതും കാണേണ്ടതെന്ന് വിചാരിക്കണം കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം ഓരോ പൊടിമീനോട്. ഓരോന്നല്ല, നല്ല ചാട്ടം ചാണ്ട് ചെറുതുകളാണ്. ഇതിൽ ഫുള്ള് മീനാണ് കേട്ടോ. നോക്കി കഴിഞ്ഞാൽ കാണാം, പക്ഷെ ഇതിൻ്റെ അടിയിലൊക്കെ വലിയ വലിയ മീനുകളാണ് നിൽക്കുന്നത്. അത് ശരിക്കും നമുക്ക് കുറച്ചേരം നോക്കിയിരുന്നെങ്കിൽ മനസ്സിലാവുള്ളൂ. മീൻ പൊടീനൊക്കെ വന്ന് വെട്ടി പോകണം. ഫുള്ള് ബ്രാലും വാളയാണ് കേട്ടോ. വാളയൊക്കെ ചെറുതോളാണ്, ബ്രാല് നല്ല വലിയ വലിയ ബ്രാലുകളാണ്. പിന്നെ വേറെ ആൾ വളർത്തണ കോളാണ്. നമ്മളവിടെ പിടിക്കണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പുറത്ത് പുഴയിലാണ് പിടിക്കുന്നത്. കണ്ട ഈ മീൻ ചാടി പോകണ കണ്ട, അത് ബ്രാല് വന്ന് വെട്ടണതാണ് കേട്ടോ ഈ കാണുന്നത്. ഇങ്ങോട്ടാണ് എവിടെ? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളമൊലിക്കുന്നതിൻ്റെ അവിടെ നിന്ന് പരലുകൾ കയറി വന്നിട്ട്, അപ്പോൾ അതിനെ പിടിച്ചിട്ടാണ് നമ്മൾ കുത്തിയിരുന്നത്. ഈ തൂളിയുടെ കുട്ടിയൊക്കെ അയറ്റകളെ പിടിച്ചിട്ടാണ് കുത്തിയിരുന്നത്. അത് കാണിച്ചു തരാം. അത് അതുകൊണ്ടില്ല, നമുക്ക് കുത്തിയിടാൻ മീൻ വെള്ളത്തിൽ തന്നെ പിടിച്ചിട്ടാണ് കുത്തിയിടണം. നമുക്ക് വേറെ ട്രാപ്പൊന്നും വെക്കണ്ട, നമ്മൾ കൈകൊണ്ട് തന്നെ പിടിക്കണം. വെള്ളം ലീക്കാവുന്നിടത്തേക്ക് മീൻ ചാടുണ്ട്, അവിടെ തന്നെ പിടിക്കണം. കുളത്തുനിന്ന് പിന്നെ ഈ മീനെ കുളത്തുമ്പോൾ നമ്മളെപ്പോഴും നേരിട്ട് കുളത്തരുത്. ഇതേമാതിരി ചെതമ്പല് കളഞ്ഞിട്ട് വേണം അവിടെ കുത്തണമെങ്കിൽ, അല്ലെങ്കിൽ മീൻ ചത്തുപോലെ സാധ്യത കൂടും. അതുകൊണ്ടാണ് നമുക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല. നമുക്കൊരു വീട്ടിൽ നമ്മൾ പിടിച്ചില്ലെങ്കിലും ചിലപ്പോൾ ചാടി ചത്തുപോകും. നമ്മളിങ്ങനെയും നമുക്കുള്ള മീൻ നമ്മുടെ കൂലി പിടിക്കണ്ടേ, അതിനുള്ള മീനെ പിടിക്കാൻ. അവിടെ അടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ, വാങ്ങിച്ചാ. പോയാ? അയ്യോ, പോയത്. കുറച്ച് കളിക്കണ്ട. വലുതായിരുന്നു, അവിടെ അടിച്ചിട്ട് പോയി. നോക്കാം കിട്ടില്ല, നോക്കാം. നമ്മളതിൻ്റെ ഇടയിൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് കുറേ നോക്കുന്നുണ്ട്, പക്ഷേ ബ്രാല് ഫ്രോഗും അടിക്കണില്ല. പക്ഷെ പരലുമ്പോൾ നല്ല അടിയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അടിച്ചില്ലേ? ഈ മഴ പെയ്യണ കാരണം നമുക്ക് കുറച്ച് മീനൊക്കെ അടിക്കുന്നത് എടുക്കാനും പറ്റിയില്ല. നമുക്ക് സ്ഥിരം അവസ്ഥ തന്നെ, മഴ അങ്ങനെ നിൽക്കണ കാരണം മീൻ അടിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നില്ല. ഫ്രോഗ് പറഞ്ഞിട്ട് രക്ഷയില്ലാണ്ടായപ്പോൾ അവസാനം ഞാൻ ഫ്രോഗർ നിർത്തി. ഞാനും പിന്നെ ഈ തൂളിമിക്കനെ നടന്നത് ലൈവ് ബൈറ്റും. അതപ്പോൾ
നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്രോഗറൊക്കെ അങ്ങനെ നിർത്തി വെച്ചു. അങ്ങനെ അവിടെ വൈഫിൻ്റെ അച്ഛന് ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ഇങ്ങനെ പോവുകയാണ് മീൻ കാണാനായിട്ട്. അവിടെ തന്നെയായിരുന്നു നല്ല. അവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കൽ തന്നെ ഉണ്ടായാനല്ലേ. എന്നിട്ടാ രണ്ടുമേ ഒന്നിച്ച് അടിച്ച. അപ്പോൾ അവിടെ 2 ചൂണ്ടാകുമ്പോൾ ഒരു സമയത്ത് തന്നെ മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടില്ല, നമ്മൾ അറ്റത്തായിരുന്നു. പിന്നെ അവിടെ നടന്നെത്തിയപ്പോഴാണ് മീൻ കണ്ടത്. 2 മീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഊരിയ ചേർത്തോ. മഴ പെയ്ത സമയത്ത് കിട്ടിയപ്പോൾ ആരോളായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇടയിൽ ക്യാമറ ഓഫായി പോലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നൊക്കെ വിയറ്റ്നാം ബ്രാൽ തന്നെയായിരുന്നു കേട്ടോ. നാടൻ ബ്രാൽ ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വിയറ്റ്നാം തന്നെയായിരുന്നു. ഉണ്ടല്ലേ ഒക്കെ മറ്റേതാ മാസം. ശേ വിയറ്റ്നാമാണ് എല്ലാവരും. വിയറ്റ്നാം ഓടി എടുക്കണ്ടായിരുന്നു. മീൻ ചാവില്ലേ? ചാവില്ലല്ലോ. വെള്ളത്തിൽ കയറണ ഓടിയ എന്തൂല്ലേ. ഇന്നലത്തെ മഴയിൽ കയറി വെള്ളാട്ടാ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് ബ്രാല് കിട്ടി. മീൻ ചാറിനാണ്ട ഫുള്ള് മീനാട്ടോടെ. ബ്രാലും ഉണ്ടെന്ന് അറിയാം, പക്ഷെ അവിടെ പിടിക്കാൻ പാടില്ല. ഇതൊരു കുളമാണ് വെള്ളത്തിനകത്ത്. നമ്മൾ അവിടെ പിടിക്കുന്നില്ലേ. കിട്ടിയിട്ടാ ഞാനോട്ടാ വീഡിയോയിൽ കാണിച്ചു കൊടുക്കണ്ട. രാത്രി വന്നു കഴിഞ്ഞാൽ രാത്രി രാവിലെയാണ് പിടിക്കുക എളുപ്പമല്ലാന്ന് മാത്രം. പാമ്പിൻ്റെ കളിയാവും. പാമ്പിൻ്റെ കളി ഉണ്ടാവും നീളാൻ. അതാവും ഇത്. ആ ചെറുമീനങ്ങിയത് പരലനങ്ങിയത് അല്ല, അതാനങ്ങിയതാണോ? ചാവും, പക്ഷെ വെള്ളത്തിൽ അത്യാവശ്യം നിൽക്കും ഇട്ട് കഴിഞ്ഞാൽ. ഒക്കെ ഇങ്ങനത്തെ മീനുള്ളാട്ടാ. ഒക്കെ ഇങ്ങനത്തെ മീനുള്ളതെന്ന് പറയാൻ കൂടുതൽ. ആ വളർത്താൻ അപ്പോൾ എടുത്തം പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിടാൻ പാടില്ല. കളത്ത് എവിടെ കയറാന്ന് പറയാൻ പറ്റില്ല. മീൻ കിട്ടിയിട്ടുണ്ട് അവിടെ.
വരണാ ഇതിലെന്തിട്ടുള്ള അവനോട് ഇടായില്ലേ അടുത്തേലാക്കാം വിഴുങ്ങിയേ വളർന്ന മതി ഒരു മിനിറ്റ് അടിച്ചു പോയാ കുപ്പി മേടിച്ചില്ലേ അടിക്കിട്ട് ചിലപ്പോൾ അതടിക്കുന്ന കുപ്പിയുടെ അടുത്തല്ലേ മഴ നിന്നുകൊണ്ടില്ലായിരുന്നു മഴ പെയ്യണേ വേട്ടോ ഫോട്ടോളായിരുന്നു കുഴപ്പമില്ല വീട്ടണ്ടി നിൽക്കാം നമുക്ക് ഇതിൽ നമുക്ക് മീനടിക്കുമ്പോഴും ഇതേമാതിരി ക്യാമറ ഓഫായി പോവാണ്. അതുകൊണ്ട് നമുക്ക് വീഡിയോ ആ അടിച്ചിട്ട് എടുക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് കിട്ടണില്ല. അത് കാരണം കേട്ടോ വലിക്കണം വലി കണ്ട വിചാരിക്കും ഏത് പോയി മണ്ട മീനാ. ഇതിലേക്ക് നീ ഉണ്ടാ മീനുണ്ട് പ്ലയർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാം. പ്ലയർ ഉണ്ടെങ്കിൽ നാളെ വരുമ്പോൾ പ്ലയർ കൊണ്ടുവരാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കിട്ടിയ മീനുകളെ കാണിക്കാൻ മറന്നുപോയി. അതെന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേക്കും മീനുകളൊക്കെ സെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ മീനുകളെ കാണിക്കാൻ പറ്റില്ല. എന്നാലും ഏകദേശം ഞാൻ നന്നാക്കണത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 10-15 ബ്രാലോളം കിട്ടിയിട്ടുണ്ട്. അതിൽ വരണ വഴിക്ക് കുറച്ച് അവിടെയും കൊടുത്ത് ബാക്കിയുള്ള മീനുകളാണ് ഈ കിടക്കണത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാവരും നല്ല സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.